അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തിയാൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് പ്രഥമ പരിഗണന നൽകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കായിക മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ മന്ത്രി പറഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് വനിതാ ഏകദിന ലോകകപ്പും നടക്കുന്നത്. BCCI എപെക്സ് കൗൺസിൽ യോഗത്തിലായിരുന്നു കാര്യവട്ടം സ്പോർട്സ് സ്റ്റേഡിയം വേദിയായി തീരുമാനിച്ചത്. 3 മത്സരങ്ങൾ ഇവിടെ നടക്കുമെന്നായിരുന്നു സൂചന. ഇതിനായുള്ള ഒരുക്കങ്ങളും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചിരുന്നു. 8 പിച്ചുകളാണ് നിലവിൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അസോസിയേഷൻ സ്വന്തം ചെലവിൽ ഫ്ലഡ് ലൈറ്റുകളും സ്ഥാപിക്കുന്നുണ്ട്. ICC അംഗീകാരം ലഭിച്ച ശേഷം മത്സരങ്ങൾ പ്രഖ്യാപിക്കാൻ ഇരിക്കെയാണ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരം നടത്താൻ മന്ത്രി ഒരുങ്ങുന്നത്. ഇതോടെയാണ് ഫുട്ബോൾ മത്സരങ്ങൾ സ്റ്റേഡിയത്തിൽ നടത്തിയാൽ അംഗീകാരം റദ്ദു ചെയ്യുമെന്ന BCCI മുന്നറിയിപ്പ്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലും അർജന്റീന മത്സരങ്ങൾ നടത്താൻ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. സ്റ്റേഡിയത്തിന്റെ സുരക്ഷാ വീഴ്ചകൾ തന്നെയാണ് പ്രധാന കാരണം. സ്റ്റേഡിയത്തിന് ചുറ്റും കടകൾ പ്രവർത്തിക്കുന്നതും കളിക്കാരും കാണികളും ഒരേ വഴിയിലൂടെ പ്രവേശിക്കുന്നതും ഫിഫ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയ്ക്കും തൂണുകൾക്കും ബലക്ഷയമുണ്ടെന്ന സംശയത്തെ തുടർന്ന് അകത്തേക്ക് പ്രവേശിക്കാവുന്ന ആളുകളുടെ എണ്ണത്തിൽ നിയന്ത്രണവുമുണ്ട്. ഇതോടെ അർജന്റീന വന്നാലും എവിടെ കളിക്കുമെന്നത് ഇപ്പോഴും ആശങ്കയായി നിലനിൽക്കുന്നു. ആദ്യമായാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഒരു ICC ടൂർണമെന്റ് നടക്കാനിരിക്കുന്നത്. ഇതിനിടയിൽ ഫുട്ബോൾ മത്സരം നടത്തിയാൽ ICC സ്റ്റേഡിയങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് തന്നെ ഒരുപക്ഷെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പുറത്തായേക്കാം. സ്വന്തമായി സ്റ്റേഡിയം നിർമ്മിക്കാമെന്ന സ്പോൺസറുടെ വാദവും ഈ ചുരുങ്ങിയ കാലയളവിൽ സാധ്യമാകില്ല. രാഹുൽ ബിജുവിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.